ഹായ്, ഞാൻ കഴിഞ്ഞ 28 നവംബർ ഡോൺ ബോസ്കോ എൽഡേഴ്സ് ഗ്രൂപ്പിനെ കൂടി തുമ്പൂർ മൊഴി അതിരമ്പള്ളി ഒരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. എൽഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെ കൂടി യാത്ര പോകുമ്പോൾ ഞാൻ ഉൾപ്പെടെ എനിക്ക് 60 കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും, നല്ല കമ്പനിയൊന്നും ആയിരിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഭയങ്കര വൈബായിരുന്നു. അവരുടെ നല്ല മനോഹരമായ അതായത് പഴയ പാട്ടുകളൊക്കെ പലരും പാടിയത് നമ്മളെ ചെറുപ്പം, നമ്മളെ 70s നമ്മളെ എത്തിക്കും. കുറേ ആൾക്കാർ ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര നല്ലൊരു മൂഡായിരുന്നു. ഞങ്ങൾ 9 മണിയായപ്പോഴാണ് ഇവിടെ നിന്ന് യാത്ര പോയത്. എന്നിട്ട് നമ്മൾ പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഒരു 11:30 ആയപ്പോൾ ഞങ്ങളൊരു അങ്കമാലി അടുത്തെത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചായയും പഴംപൊരിയൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നത്. കാരണം ബഡ്ജറ്റ് കുറച്ച് പോണ ഒരു ട്രിപ്പും കൂടിയാണ്. ഒരു ഡോൺ ബോസ്കോൻ്റെ ആയതുകൊണ്ടിട്ട് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ നല്ല ക്യാരറ്റ് ബീറ്റ്റൂട്ടൊക്കെ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് 5 കിലോ ക്യാരറ്റും അങ്ങനെയൊക്കെ മേടിച്ച്, അപ്പോൾ എല്ലാവരുമായിട്ട് അതിൻ്റെ ഇടയിൽ പരിചയപ്പെടാനും എന്തൊരു ഫസ്റ്റ് ട്രിപ്പാണ്. ഞാൻ ഈ വർഷമാണ് എൽഡേഴ്സ് ഗ്രൂപ്പിൽ ചേർന്നത്. എങ്കിലും നമ്മൾ വിചാരിക്കണതിൻ്റെ അപ്പുറത്തേക്കാണ്. ഈ പ്രായം വെറും നമ്പറാണെന്നുള്ള തെളിയിക്കുന്ന ഒരു ട്രിപ്പായിരുന്നു ഇത്. അപ്പം ഞങ്ങൾ ഈ ചായയെല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും തുമ്പൂർ മൊഴിയിലോട്ടാണ് പോയത്. ഒരു 1 മണി കഴിഞ്ഞപ്പോൾ തുമ്പൂർ മൊഴിയിലെത്തി. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കാലിക്കട്ടുന്ന കുറേ പിള്ളേരുടെ ഗ്യാങ്ങൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ യൂട്യൂബിൻ്റെ സംഭവം ചെയ്യുന്ന കണ്ടപ്പോൾ അവർ നമുക്ക് വേണ്ടി കുറേ പോസൊക്കെ ചെയ്ത്, അതിൻ്റെ ഇടയിൽ അവിടെ കുറേ കുരങ്ങന്മാരെയൊക്കെ കാണാം. അത് ഗ്ലാസ് അടച്ചിട്ടില്ലെങ്കിൽ അത് അകത്ത് കയറി ഫുഡൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മൾ ഗ്ലാസ്സൊക്കെ അടച്ചിട്ട് അതിന് ശേഷം ഞങ്ങൾ തുമ്പൂർ മൊഴി കാണാനായിട്ട് പോയി. അത് താഴത്തോട്ട് നടന്നു കഴിയുമ്പോൾ അവിടെ ചെറിയ പാർക്ക്, പിന്നെ തൂക്കുപാലമുണ്ട്. അവിടുത്തെ മെയിൻ സാധനം അതാണ്, തൂക്കുപാലമാണ്. അപ്പോൾ എല്ലാവരും പ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതൊക്കെ തൂക്കുപാലത്തിലൂടെയൊക്കെ പോയി. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പം തൂക്കുപാലം ഇറങ്ങി നമുക്ക് അപ്പുറത്ത് പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരാം. അപ്പോൾ തൂക്കുപാലത്തിനടിയിൽ ഇപ്പം മഴ സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവായിരുന്നു. അപ്പോൾ അത് കാരണം നിറയെ പാറയൊക്കെ ഇങ്ങനെ കാണാം. എങ്കിലും നമ്മൾ അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് മറ്റേ അവിടെ ഇരുന്നിട്ട് ഹൗസ് കളിക്കാൻ വേണ്ടി ഹൗസ് തമ്പോല എന്ന് പറയും. അപ്പോൾ തമ്പോല കളിക്കാൻ വേണ്ടി ചീട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും എടുത്ത് എനിക്കൊന്ന് 10 രൂപയായിട്ടായിരുന്നു ഒരു ടിക്കറ്റ്. 5 നമ്പർ വന്നതിന് 100 രൂപ, ഒറ്റ ലൈൻ വന്നതിന് പിന്നെ 100 തോന്നുന്നുണ്ട്. പിന്നെ ഫുൾ തമ്പോല കിട്ടിക്കഴിഞ്ഞാൽ 250 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അത് നല്ല രസമുള്ളൊരു കളിയായിരുന്നു. അതൊക്കെ ഞങ്ങൾ കളിച്ച് 3 പേർക്ക് അതിൻ്റെ പ്രൈസൊക്കെ കിട്ടി. പിന്നെ അവിടെ ഈ ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന ചെടികളുണ്ട്. അപ്പോൾ ചില ചെടികളിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നിരിക്കും. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രൈവർ പറഞ്ഞ് നമുക്ക് അതിരമ്പള്ളി പോണ വഴി അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ആ വഴി പോയപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നമുക്ക് ഇരിക്കാനും ഒക്കെയുള്ള നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാനുള്ള സാധനമൊക്കെ സെറ്റിൽ ചെയ്ത്. അപ്പോൾ ഫുഡ് എനിക്ക് തോന്നുന്നത് ചോറ്, ഇറച്ചി, മോരിയാറ്, അങ്ങനെ 2 പച്ചക്കറി, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇവർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ കുറേ ഫാമിലി ഫോട്ടോ എല്ലാം എടുത്ത് വീണ്ടും ഞങ്ങൾ അതിരമ്പള്ളിക്ക് യാത്രയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടേ, മഴ അല്ലാത്തതുകൊണ്ടിട്ട് വെള്ളച്ചാട്ടം വളരെ കുറവാണ്. വളരെ ശോകമായിരുന്നു. എങ്കിലും പിന്നെ അവിടെ പോയ സ്ഥിതിക്ക് ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ അവിടെ കുറേ കുരങ്ങന്മാരായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കയറി വീണ്ടും തിരിച്ച് പോരാന്നുള്ള പരിപാടി. അപ്പോൾ ഏതാണ്ട് ഒരു 4:30-5 മണിയായി. ഞങ്ങൾ എന്നിട്ട് തിരിച്ച് പോകുന്ന വഴി 5 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ നേരത്തെ കൊണ്ടുവന്ന ഫുഡൊക്കെ ഞങ്ങളുടെ തീർന്നു. ഇത് ഞങ്ങൾ ഒരു ചെറിയ ഹോട്ടലിൽ പോയിട്ട്, ഹൈവേയിലൊരു ഹോട്ടലിൽ പോയിട്ട് ചായ, കാപ്പി, പിന്നെ പഴംപൊരി, ഉള്ളിവട, നല്ല ടേസ്റ്റുള്ളതായിരുന്നു.
അതെല്ലാം കഴിച്ചിട്ട് വീണ്ടും നമ്മൾ വടുതലേക്ക് തിരിച്ച് പോരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്കിനൊന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നേരത്തെ ഇപ്പം കുറച്ചും കൂടി മാറിയിട്ടുണ്ട്. നേരത്തെ 60 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സാമ്പത്തിക ഭദ്രത കുറവായിരിക്കും. അപ്പോൾ വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടാത്തൊരു രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വയം പ്രായമുള്ള ആളായി പോകുന്ന ഒരവസ്ഥയാണ്. പിന്നെ നമ്മുടെ വയസ്സ് നമ്മുടെ മനസ്സിലോട്ട് കയറി കഴിഞ്ഞാലാണ് നമ്മൾ പെട്ടെന്ന് വയസ്സായി പോണത്. നമ്മൾ ഇപ്പം ഞാൻ 60 വയസ്സ് കഴിഞ്ഞ പലരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ പലരും 60 വയസ്സിന് ശേഷം അവർ നേരത്തെ ചെയ്യാതിരുന്ന കുറേ കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടക്ക് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരു ആർട്ട് ഗാലറി പോയിട്ടൊരു ഷൂട്ട് നടത്തിയായിരുന്നു. അപ്പോൾ അവിടെ 73 വയസ്സുള്ള ഒരു ചേച്ചിനെ പരിചയപ്പെടാൻ പറ്റി. അവർ ബ്ലസ് റിട്ടയർമെൻറ്റ് ഹോം എന്നും പറഞ്ഞിട്ടുള്ള അവിടെയാണ് താമസിക്കുന്നത്. അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഒരു 65 വയസ്സായപ്പോൾ ബ്ലസ്സിലോട്ട് വന്നതാണ്. അപ്പോൾ ബ്ലസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൂട്ടായ്മയും ഇതൊക്കെ കൊണ്ടിട്ട് അവർക്ക് കുറച്ചും കൂടി ഒരു മാറ്റം വന്നു. അവർക്ക് പ്രായമായെന്ന അങ്ങനെയുള്ള ആദ്യം നിന്നൊക്കെ മാറി അവരവിടെ ആർട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രായത്തിൽ ആർട്ട് പഠിച്ച് അവരുടെ ഒരു 5-8 പെയിൻറ്റിങ് അവിടെ വെച്ചിട്ടുണ്ട്. അക്രിലിക്കിലും വാട്ടർ ഇതിലൊക്കെ കളറിലൊക്കെ ചെയ്തേക്കണം. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞ് നമ്മൾ 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഈ ലൈഫിൽ എൻജോയ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നത്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പണ്ട് എല്ലാവരും 60 വയസ്സ് കഴിഞ്ഞാൽ പ്രായമുള്ള ആളാണ്, ഇനി ഒന്നിനും കൊള്ളൂല എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടിട്ടാണ് നമ്മൾക്ക് പെട്ടെന്ന് വയസ്സായി പോകണം. ഇപ്പം അങ്ങനെ അല്ല. ഇപ്പോൾ ഈ ഞാനിത് പറഞ്ഞപ്പോൾ പുതിയൊരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൽ നമ്മുടെ പ്രായത്തിനെ കുറിച്ച് പറയണത് 9 വയസ്സ് വരെയാണ് നമുക്ക് ഇപ്പോൾ ബാല്യമുള്ളത്. 10 വയസ്സ് തുടങ്ങിയിട്ട് 32 വയസ്സ് വരെയാണ് നമ്മുടെ കൗമാരം. നേരത്തെ അതിന് കുറവായിരുന്നു. പിന്നെ 33 വയസ്സ് തുടങ്ങിയിട്ട് 66 വയസ്സ് വരെ യൗവനമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ യൗവനം ഉള്ള ആൾക്കാരാണ്. കാരണം ഇപ്പോഴത്തെ സ്റ്റഡി അങ്ങനെയാണ് പറയണത്. പിന്നെ 66 വയസ്സ് തുടങ്ങിയിട്ട് 80 വയസ്സ് വരെയാണ് വാർദ്ധക്യം സ്റ്റാർട്ട് ചെയ്യണത്. 83 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകണമെന്നാണ് പറയണത്. അപ്പോൾ ഇത് പുറത്തുള്ള സ്റ്റഡിയാണ്. പക്ഷേ അത് അവർക്ക് കുറച്ചും കൂടി ഹെൽത്തും ആരോഗ്യവും സാമ്പത്തികവും ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് കുറച്ചും കൂടി അങ്ങനെയാണ്. പക്ഷേ ഇവിടെയും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേയും കൂടി ആൾക്കാരെ വൈബ് കണ്ടിട്ട് ആൾക്കാർ കുറേയും കൂടി നമുക്ക് ആരോഗ്യത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. കുറേ ആൾക്കാർ നടക്കാനും ജിമ്മിനും ഇതിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഈ സ്റ്റഡി കൊണ്ടിട്ട് നമ്മൾ വൃദ്ധരല്ല, യൗവനം ഉള്ളവരാണെന്ന് വിചാരിക്കുക. നമ്മൾ അത് കീപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എന്തൊക്കെയായാലും ഇതൊരു വളരെ നല്ലൊരു ട്രിപ്പ് ആയിരുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവർക്കും നല്ലതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വലിയ ട്രിപ്പ് കാണുന്നവരെ ഗുഡ് ബൈ.